പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആവലാതികളും വേവലാതികളും അപേക്ഷകളും നിറക്കലല്ല, മറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടെത്തലാണ്. ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയുടെ ഉപ്പായി മാറുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കലാണ്. മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണമായി രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സജീവ സാന്നിധ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങലാണ്. അതാണ് പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ഒരു പ്രാർത്ഥന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം മാറിയെന്ന് വരാം. ക്ഷമയോടുകൂടി ഈ വീഡിയോയിൽ നിങ്ങൾ ഹൃദയമർപ്പിച്ച് ഇതിനോടൊപ്പം സഞ്ചരിക്കുക. ഈ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ വാക്കുകളല്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണൽ തന്നെ ഒരു പ്രാർത്ഥന അനുഭവം നൽകിയെന്ന് വരാം. ആദ്യം പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയുള്ള ശരീരത്തോടെ ശുദ്ധിയുള്ള വസ്ത്രത്തോടു കൂടി നമ്മെ തന്നെ റെഡിയാക്കണം. ശുദ്ധിയുള്ള ഇടത്തിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൃത്യസമയം, ഒരേ സ്ഥലം അങ്ങനെ നിശ്ചയിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഉണർന്ന മനസ്സോടുകൂടി നല്ല ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരിക. ഇത് ആദ്യത്തെ കണ്ടീഷനാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ കൃത്യമായ ആ സ്ഥലത്ത് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ശ്വാസഗതി ഒന്ന് ക്രമപ്പെടുത്തുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് ബോധത്തിലേക്ക് വരലാണ്. നമ്മെ തന്നെ പ്രസൻറ്റ് ടൈമിലേക്ക് കൂട്ടിക്കൊണ്ടുവരലാണ്. അപ്പോൾ സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ശ്വാസത്തിൻ്റെ ഗതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 104:30. പലരും ബ്രീതിങ് ക്രമപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ പറയുക അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ, ബ്രത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ നവീകരിക്കപ്പെടുന്നു എന്ന് പറയുക. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ ഞാൻ നവീകരിക്കപ്പെടുന്നു. പിന്നെ മനസ്സിൽ പറയുക അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുക. അതായത് പ്രാർത്ഥന നമ്മെ പുതുതാക്കി സൃഷ്ടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും പുതു സൃഷ്ടിയായി മാറണം നമ്മൾ ഓരോരുത്തരും. അപ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ നവചൈതന്യം വേണം, പുതിയ പ്രസരിപ്പ് വേണം, ഉണർവ് വേണം, സന്തോഷം വേണം, മുഖപ്രകാശം വേണം. ഇതാദ്യം തുടങ്ങുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ദൈവത്തിന് അർപ്പിക്കുക. അത് അങ്ങേയറ്റം സുന്ദരമായൊരു എക്സർസൈസായി മാറും. ആദ്യം കണ്ണുകളടച്ച് നിങ്ങളുടെ ഫേസ് ദൈവത്തിന് സമർപ്പിക്കാം. ഫേസ് ഒന്ന് മനസ്സുകൊണ്ട് കാണുക. എന്നിട്ട് സങ്കീർത്തനം 4:6 പ്രാർത്ഥനയാക്കി മാറ്റുക. കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. അത് നിങ്ങൾക്ക് ഉച്ചത്തിൽ വേണമെങ്കിൽ ചൊല്ലാം, അല്ലെങ്കിൽ സാവകാശം വായിക്കാം. കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ മുഖകാന്തി നമ്മുടെ മുഖത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമാകും. ഷൈനിങ് റേഡിയൻറ്റ് പേഴ്സൺസായി നമ്മൾ മാറും. ഇനി നമ്മളുടെ കണ്ണുകളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. സങ്കീർത്തനം 13:3 ഇതിന് നമ്മൾ ഉപയോഗിക്കുക. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിങ്ങൾ കണ്ണുകളെ ഒന്ന് ശരിക്ക് കണ്ടിട്ട് ഈ കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. വേണമെങ്കിൽ പല പ്രാവശ്യം ആവർത്തിക്കാം. എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ, എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നമ്മുടെ കണ്ണിൽ കർത്താവിന് വെട്ടമുണ്ടെങ്കിൽ കാണേണ്ടതെല്ലാം നമ്മൾ കാണും, അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തതാണ് കണ്ടുകൊണ്ടിരിക്കുക. അടുത്തതായിട്ട് നമ്മളുടെ കാതുകളെ സമർപ്പിക്കാം. നിങ്ങളുടെ കാതുകളെ ഒന്ന് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുക. എന്നിട്ട് സങ്കീർത്തനം
40:6 അവിടെ നിന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കാതുകൾ തുറന്നു തരണേ, നല്ലത് കേൾക്കാൻ, അങ്ങയുടെ വചനം കേൾക്കാൻ, ആളുകളുടെ കരച്ചിൽ കേൾക്കാൻ, എല്ലാം സുന്ദരമാക്കി ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ മൊഴികൾ കേൾക്കാൻ എൻ്റെ കാതുകൾ തുറന്നു തരണേ. സങ്കീർത്തനം 40:7 പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. അപ്പോൾ കാത് തുറന്നപ്പോൾ പിന്നെ എൻ്റെ പ്രത്യുത്തരം ഇതാ ഞാൻ വരുന്നു, ഞാൻ റെഡിയാണ്. അങ്ങനെ വിളിച്ചു, ഞാൻ കേട്ടു, ഞാൻ റെഡിയാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക, ഇതാ ഞാൻ വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങണോ, വരിക. ഉത്തരമായിട്ട് ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഇനി നിങ്ങളുടെ അധരങ്ങൾ. സങ്കീർത്തനം 141:3. കർത്താവ് എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയുക. വാക്കുകൊണ്ടാണ് നമ്മൾ വീഴ്ത്തപ്പെടുന്നത്, വാക്കുകൊണ്ടാണ് നമ്മൾ വീഴ്ത്തുന്നത്, വാക്കുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഇപ്പം നാവ് വലിയ പ്രശ്നകാരിയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന, നാവിന് കടിഞ്ഞാണിടണമേ. ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കുക, നമുക്ക് അന്നത്തെ ദിവസം ഒരു കൺട്രോൾ കിട്ടും. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങൾ നിക്ഷേപിച്ചു. അപ്പോൾ കർത്താവെ, അങ്ങൊരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിക്കുക. ഞാൻ ഇന്ന് പ്രത്യാശയുടെ ഉണർത്തുപാട്ട് പോലെയായി മാറട്ടെ. ഇനി സങ്കീർത്തനം 34:13 നമ്മുടെ നാവിനെ സമർപ്പിക്കുകയാണ്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ 34:13 ഓർമ്മപ്പെടുത്തലാണത്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മളിങ്ങനെ നാവിനെ സമർപ്പിക്കുകയാണ്. ദൈവമേ, ഇന്ന് വ്യാജഭാഷണം, കള്ളത്തരം പറയാൻ എന്നെ ഇടവരുത്തരുത്. ഞാൻ അതിനോട് എൻ്റെ നാവിനെ സമർപ്പിക്കുകയാണ്. അതുപോലെ തിന്മ എൻ്റെ അധരങ്ങളിൽ നിന്ന് അറിയാൻ പാടില്ല. അതിന് ഞാൻ എൻ്റെ അധരങ്ങളെ സമർപ്പിക്കുകയാണ്. സമർപ്പണത്തിലൊരു പ്രാർത്ഥനയാക്കി മാറ്റുക. ഇന്ന് കള്ളത്തരം പാടില്ല, തിന്മ പാടില്ല. ഇനി നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയഭാഗത്ത് കൈകൾ കൊണ്ട് സ്പർശിക്കാം. എന്നിട്ടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇത് വേണമെങ്കിൽ പല തവണ ആവർത്തിക്കാം. കാരണം എല്ലാ തിന്മയുടെയും കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ പുതിയ നിർമ്മലമായൊരു ഹൃദയം വരണം, അചഞ്ചലമായൊരു നവചൈതന്യം വരണം. ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റുക. ഇനി നിങ്ങളിപ്പോൾ ഹൃദയഭാഗത്ത് കൈകൾ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. ആ കൈകളെ കളങ്കമറ്റതാക്കി മാറ്റണം. സങ്കീർത്തനം 24:3-5. ആരാണ് കർത്താവിൻ്റെ മലയിൽ കയറുക? കളങ്കമറ്റ കൈകളുള്ള ആൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ കൈകളെ കളങ്കമറ്റതാക്കണമേ. കളങ്കമറ്റതാക്കി മാറ്റുക എന്ന പ്രാർത്ഥന നിസ്സാരമല്ല. കാരണം എൻ്റെ കയ്യിൽ കർത്താവിൻ്റെ ചൈതന്യം, അഭിഷേക തൈലം വന്നിറങ്ങണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 63:4. അപ്പോൾ കൈകൾ ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. പതുക്കെ നമുക്ക് കൈകൾ ഉയർത്താം. കർത്താവെ, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ പാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം അവിടെ നൽകി. സങ്കീർത്തനം 18:33. അപ്പോൾ നമ്മുടെ പാദങ്ങൾ സമർപ്പിക്കാം. ചിലപ്പോൾ ദുർബലമായിരിക്കാം. കർത്താവെ, മാൻപേടയുടെ വേഗം നൽകണമേ. സങ്കീർത്തനം 40:2. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അപ്പോൾ എൻ്റെ പാദങ്ങൾ ഉറപ്പിക്കപ്പെടണം, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കണം. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാൽവെപ്പുകൾ സുരക്ഷിതമാക്കണമേ. എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിക്കണമേ, എനിക്ക് ബലം തരണമേ. പ്രാർത്ഥനയാണ്. ഇനി നമ്മളുടെ അസ്ഥികളെ എല്ലാം സമർപ്പിക്കാവുന്നതാണ്. കർത്താവിൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. സങ്കീർത്തനം 6:2. അപ്പം നമ്മുടെ ബോൺസിനെയും എല്ലാം നമ്മൾ കർത്താവിന് സമർപ്പിക്കുകയാണ്. ആ ബോൺ സംബന്ധമായ എല്ലാ അസുഖങ്ങളെയും കർത്താവിന് സമർപ്പിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അസ്ഥികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മുടെ ബ്രെയിൻ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. എൻ്റെ ബോധത്തെയും എൻ്റെ ചിന്തകളെയും
എല്ലാം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. സങ്കീർത്തനം 4:8 ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. ഈ പ്രശാന്തമായി കിടന്നുറങ്ങും എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് ശാന്തമാകും, എൻ്റെ ചിന്തകൾ ശാന്തമാകും, മൊത്തത്തിൽ ശാന്തത എന്നെ പൊതിയും. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ നമ്മുടെ ശരീരം കർത്താവിന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം മാറും, സന്തോഷം വരും, പ്രത്യാശ വരും, പെട്ടെന്ന് നമുക്ക് ചിറകുമുളച്ച അനുഭവം വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയാണ് ജീവിതം അത്ഭുതകരമായി മാറും. ഒരത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നല്ല യാത്ര നേരുന്നു.